ലാഭം, രണ്ടാമത്തെ സ്റ്റെപ്പ് നഷ്ടം, മൂന്നാമത്തെ സ്റ്റെപ്പ് ലാഭം. സ്റ്റെപ്പ് 3 വേണോ 4 വേണോ എന്നുള്ളൊരു സംശയം പലർക്കും ഉണ്ട്. ഒരു വീട് പണിയുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് വീടിനുള്ള സ്റ്റെപ്പ് എത്രയെണ്ണം വേണം, 2 സ്റ്റെപ്പ് ഇട്ടാൽ ദോഷമാണോ 3 സ്റ്റെപ്പ് ഇട്ടാൽ ദോഷമാണോ എന്ന്. 2 സ്റ്റെപ്പാണ് നമ്മൾ ഇടാറുള്ളത്. 2 സ്റ്റെപ്പ് കയറി മൂന്നാമത്തെ സ്റ്റെപ്പ് വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ വീടുകൾക്കെല്ലാം നമ്മൾ തറകൾ തയ്യാർ ചെയ്യുന്നത്. നേരത്തെ കൂടുതൽ ഉയരമുള്ള തറകളായിരുന്നു നമ്മൾ പണിതുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ ഏകദേശം 45 സെൻറ്റിമീറ്റർ ഒക്കെ വരുന്ന തറകളാണ് നമ്മൾ ഭൂരിഭാഗം വീടുകൾക്കും പണിയുന്നത്. നമ്മളുടെ നാട്ടിൽ എല്ലായിടത്തും തന്നെ വീടുകൾ പണിയുമ്പോൾ നമ്മൾ പണിയുന്ന തറയുടെ ഉയരം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നിന്നും തറപ്പൊക്കം വരുന്നത് 45 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഭൂരിഭാഗവും അങ്ങനെ തന്നെയാണ്. അതിൽ കൂടുതലുള്ളതും കുറവുള്ളതും ഉണ്ടാവാം. എങ്കിലും കോമൺ ആയിട്ട് വരുന്ന ഒരു അളവ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ആ അളവിലേക്ക് നമ്മൾ സ്റ്റെപ്പ് പണിയുമ്പോൾ 15 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്റ്റെപ്പും 15 സെൻറ്റിമീറ്റർ കഴിഞ്ഞ് അടുത്ത 15ൻ്റെ ഒരു സ്റ്റെപ്പും അത് കഴിഞ്ഞ് അടുത്ത 15ൻ്റെ സ്റ്റെപ്പ് കയറി നമ്മൾ വീട്ടിലേക്ക് അല്ലെങ്കിൽ സിറ്റ് ഔട്ടിലേക്ക് അല്ലെങ്കിൽ വാതിക്കിലേക്ക് കയറുന്ന രീതിയിലാണ് നമ്മളുടെ നാട്ടിലുള്ള വീടുകൾ ഭൂരിഭാഗവും പണിയുന്നത്. നമ്മൾ നിൽക്കുന്ന ഭൂമി ഏതായിക്കോട്ടെ ആ ഭൂമിയെ തൊട്ടല്ല നമ്മൾ എണ്ണി തുടങ്ങേണ്ടത്. ലാഭനഷ്ടങ്ങളിലേക്ക് പോകുന്നത് നമ്മൾ നിൽക്കുന്ന ഭൂമിയിൽ നിന്നും നമ്മളുടെ സ്റ്റെപ്പിലേക്ക് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് ലാഭം, രണ്ടാമത്തെ സ്റ്റെപ്പ് നഷ്ടം, വീണ്ടും ലാഭം, അങ്ങനെ ലാഭത്തിലേക്കാണ് നമ്മൾ കയറി വരുന്നത്. നമ്മുടെ നാട്ടിലെ നിർമ്മാണ രീതികൾക്ക് അനുയോജ്യമായ സ്റ്റെപ്പുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2 തന്നെയാണ് കേട്ടോ. മൂന്നാമത്തെ സ്റ്റെപ്പ് വീടിൻ്റെ തറയിലേക്ക് കയറുന്ന രീതിയിലാണ് നമുക്ക് എപ്പോഴും വീടിന് അനുയോജ്യമായിട്ട് സ്റ്റെപ്പുകൾ നിർമ്മിക്കേണ്ടത്. നമ്മളുടെ സ്വപ്നങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് പണിതൊരു വീട്ടിലേക്ക് കയറി വരുന്ന ഒരു ഉപാധി മാത്രമാണ് കേട്ടോ സ്റ്റെപ്പ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ സ്റ്റെപ്പിൻ്റെ കാര്യത്തിൽ ആരും ഒരു പരിധിയിൽ കൂടുതൽ ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല.